ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അർണൂസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം, വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അർണൂസ് കിച്ചൺ കാണുന്നതെങ്കിൽ അഥവാ ഇതുവരെ അർണൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചിക്കൻ്റെ വിങ് പീസ് ഇവിടെ 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ നമുക്കങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ എടുത്തിട്ടുണ്ട്, ഒരു 12 പീസ് ഉണ്ടാവും ഇത്. അപ്പോൾ ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കുറച്ചുകൂടി കളർ കിട്ടാൻ കൂടിയാണ്. അപ്പോൾ 2.5 സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, രണ്ട് സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അര സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈവച്ചിട്ട് നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് മസാലകൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയാണ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അപ്പോൾ 1 മണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കനാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കോൺഫ്ലവറും മൈദയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കൈവച്ച് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിക്കൻ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ അടുത്തതും ഇങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടുത്ത ചിക്കൻ്റെ ഈ പീസും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോലിപോപ്പിലേക്കുള്ള മസാലകൾ റെഡിയാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിൽ തന്നെയാണ് ഇതിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 2 സ്പൂൺ ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസായിട്ടും കട്ട് ചെയ്തെടുക്കാത്തതാണ്. നമുക്കതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ സവാളയാണ്, ഒരു വലിയ സവാളയാണ് ഇതിലേക്ക് എടുത്തത് ഞാൻ. അത് നന്നായിട്ട് അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ ഷേഷ്വാൻ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. അതും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഗ്രേവി കിട്ടേണ്ടതാണ് ഞാൻ കുറച്ചിനകത്ത് കോൺഫ്ലവർ ഒന്ന് മിക്സ് 1 സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തത് ലോലിപോപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്, ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് കുറുകിയ ശേഷം മാത്രമേ നമ്മുടെ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ടുള്ളൂ. നമുക്ക് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ലോലിപോപ്പ് ഇതിനകത്തേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിങ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. കാണാനൊരു ഭംഗി ഉണ്ടാവും.
എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.